Hi, hello, assalamu alaikum. Welcome back to my YouTube channel. Hope you all guys are fine and good. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നല്ല മഴ പെയ്തിട്ട് ഉള്ള തണുപ്പിൻ്റെ മേലെ നല്ല തണുപ്പ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്, മാഷാ അല്ലാ. അപ്പോൾ നാട്ടിലിപ്പോൾ കുറച്ച് ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാനാണ് വീഡിയോ ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നു, ഇതെന്താ ഈ ഹെയർ ഓയിലിൻ്റെ റിവ്യൂസ് ഇടാത്തത് എന്ന് ചോദിച്ചിട്ട്. ഹെയർ ഓയിലിൻ്റെ റിവ്യൂസ് ഇടാത്ത അല്ലടാ, നമ്മൾ ഈ ഫേസ് ഓയിലിനെ കുറിച്ച് ഒരുപാട് എനിക്ക് തോന്നുന്നു ഹെയറിനേക്കാളും ഒരുപാട് പേര് കൺസേൺ ആണ് ഫേസിൻ്റെ കാര്യത്തിൽ. അത് വിചാരിച്ചിട്ട് ഹെയറിൻ്റെ കാര്യത്തിൽ കൺസേൺ അല്ല എന്നല്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ കിട്ടുമ്പം അതിൻ്റെ അപ്ഡേഷനും അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസും ഡൗട്ട്സും വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോയതാണ്. അപ്പോൾ ഇന്ന് കുറച്ച് കസ്റ്റമറുടെ റിവ്യൂസും അതുപോലെ തന്നെ ഹെയർ ഓയിലിനെ കുറിച്ച് പറയാനും പിന്നെ വേറൊരു അപ്ഡേറ്റ്, നമുക്ക് ഇനി മുതൽ ഹോം ഡെലിവറി ആയിരിക്കും. എല്ലാവർക്കും വീട്ടിൽ സാധനം എത്തിച്ചു തരുന്നതാണ്. വൺസ് നിങ്ങളുടെ പ്രോഡക്റ്റ് ഇവിടുന്ന് ഡിസ്പാച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് വരും. നിങ്ങൾ ഇനി മുതൽ പോയി വാങ്ങേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സിസ്റ്റമാറ്റിക്കലി നിങ്ങൾക്ക് അപ്ഡേഷനും വരുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് വീട്ടിലൊന്ന് എത്തിച്ചേരാൻ എന്തെങ്കിലും വഴിയുണ്ടോ, പോസ്റ്റ് വഴി അയച്ചു തരും. പോസ്റ്റ് വഴി നമുക്ക് അയക്കാൻ പറ്റില്ലടാ, കാരണം ഓയിലാണ്, പിന്നെ സിറം ലിക്വിഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടായിരുന്നു. സോ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ഹോം ഡെലിവറി ആയിരിക്കും. ആ ഒരു അപ്ഡേഷൻ കൂടെ ഹാപ്പി ആയിട്ട് സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നോമ്പൊക്കെ ആയപ്പം ഉണ്ടായിരുന്നു, 2 മാസം മുന്നേ മനസ്സിലുണ്ട് നോമ്പൊക്കെ ആയി കഴിഞ്ഞാൽ കസ്റ്റമർ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്കതിന് സാധിച്ചു, അൽഹംദുലില്ലാ. നിങ്ങളോട് മാത്രമാണ് എനിക്ക് എപ്പോഴും നന്ദി പറയാനുള്ളത്, പടച്ച തമ്പുരാനോടും. ഓക്കെ, അപ്പോൾ ഹെയർ ഓയിലിനെ കുറിച്ച് ഫസ്റ്റ് ഞാൻ കുറച്ച് റിവ്യൂസ് പ്ലേ ചെയ്യാം, അതൊന്ന് കേട്ടിട്ട് വരൂ കേട്ടോ. നമ്മൾ ഹെയർ ഓയിലും ഫേസ് ഓയിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹെയർ ഓയിൽ നല്ല റിസൾട്ടാണ് അതുകൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. താരനും മുടി കൊഴിച്ചിലിനൊക്കെ നല്ല മാറ്റമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഞാൻ മർവാസ് ഹെയർ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി തോന്നിയിട്ടുള്ളത്, നല്ല ഉറക്കം കിട്ടും. നമുക്ക് നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഡേയ്സ് ആണെങ്കിലും, ഇപ്പം ഇതുപോലെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്താണെങ്കിലും നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. തലക്കൊരു തണുപ്പാണ്, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മോൾക്ക് ഇപ്പം 10 മാസമാണ്. അവൾക്ക് ഇതുപോലെ ജലദോഷം ഇതെല്ലാം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മർവാസ് ഹെയർ ഓയിൽ തേച്ചതിൻ്റെ ശേഷം അവളുടെ ജലദോഷമൊക്കെ ഒന്ന് കുറയുകയാണ് ചെയ്തത്. അതിൻ്റെയും കൂടെ ഒരു എഫക്റ്റ് എനിക്ക് തോന്നിയിരുന്നു. ഞാൻ മർവാസ് ഹെയർ ഓയിൽ ഇപ്പം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷത്തിന് മേലെയായി. എനിക്ക് എൻ്റെ മുടിയുടെ ഫ്രണ്ട് സൈഡിൽ കുറച്ചൊരു മുടിയുടെ കുറവുണ്ട്. ഇങ്ങനെ പാരമ്പര്യമായിട്ടുള്ളതാണ്. പക്ഷേ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം മുടി നല്ലോണം കിളച്ച് വന്നിട്ടുണ്ട്, ഒന്ന് വലുതായിട്ടുണ്ട്. പിന്നെ മുടിക്ക് ഒന്ന് കട്ടി വെച്ചിട്ടുണ്ട്. മുടി കൊഴിച്ചിലും നല്ല കുറവ് കാണിക്കുന്നുണ്ട്. ഹലോ മറുവ, അസ്സലാമു അലൈക്കും. മറുവിൻ്റെ പ്രോഡക്റ്റൊക്കെ ഞാൻ 2-3 യൂസ് ചെയ്ത് ഹെയർ ഓയിൽ ഞാൻ ഒരു 4-5 മാസം ഉപയോഗിക്കുന്നു. നല്ല മാറ്റമുണ്ട്. തലവേദനയ്ക്ക്, നരച്ചതിന്, അതോണം എല്ലാത്തിനും വർക്കിന് ഒക്കെ നല്ലൊരു മാറ്റം കാണുന്നുണ്ട്. പിന്നും വേണം അത്. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർഡർ തരാം. പിന്നെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. മറവ കഴിയുന്നതും നല്ല പ്രോഡക്റ്റാണ്. എനിക്കിത്ര പറയാൻ അറിയുള്ളൂ. പിന്നെ അതോണം ഇത് സിറം, അത് ഞാൻ ഒന്ന് വാങ്ങിനി. അതും കുഴപ്പമില്ല. നല്ല സാധാരണ രാത്രി തേച്ച് തീർന്നാൽ രാവിലെ എനിക്ക് മുഖത്തിന് നല്ലൊരു റിസൾട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഓക്കെ, റിവ്യൂസ് എല്ലാവരും കേട്ടു. ഞാൻ ഇപ്പോൾ ഒരു 4-5 റിവ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹെയർ ഓയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഹെയർ ഓയിലിൻ്റെ ഒരു ഇത് വരുന്നത്, മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു ഫേസ് ഓയിൽ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഫേഷ്യൽ പ്രോഡക്റ്റിനേക്കാളും ഹെയർ ഓയിൽ നമ്പർ ഓഫ് ഹെയർ ഓയിൽസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഹെയർ ഓയിൽ എങ്ങനെയാണ് ഇതാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫേസ് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ സോപ്പ് അല്ലെങ്കിൽ സിറം, ഇതിലേതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് റിസൾട്ട് വന്നതിന് ശേഷം കസ്റ്റമർ പിന്നെ ചോദിക്കും, ഹെയർ ഓയിൽ ഉണ്ടല്ലോ ഒന്ന് തരാവോ, ഷാമ്പു ഉണ്ടല്ലോ ഒന്ന് തരാവോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ പ്രോഡക്റ്റ്. പക്ഷേ ഇന്ന് വരെ ഒരു തവണ ഹെയർ ഓയിൽ വാങ്ങിച്ചവർ പിന്നീട് വാങ്ങിക്കാതിരുന്നിട്ടില്ല. 100% റിസൾട്ടാണ് മാർവാസ് ഹെയർ ഓയിലിനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ള, നല്ല ഉറക്ക് കിട്ടാനും കുറേയൊക്കെ മുടി നരച്ചത് കുറയ്ക്കാനും വീണ്ടും മുടി നരയ്ക്കാതിരിക്കാനും തലവേദന കുറയാനും. ഇപ്പം ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ കുട്ടിക്ക് തന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഞാൻ നാട്ടിലാവുന്ന സമയത്ത് അവന് 15 ദിവസം കൂടുമ്പോൾ പനിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും, തല നനക്കൂല, എണ്ണ ഇടൂല. പക്ഷെ ഞാനിവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്യും, ഡെയിലി നനക്കും. ഇടയിൽ 1-2 തവണ മൂക്കുന്ന ഒലി കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ വീണ്ടും തല നനച്ച് കുളിപ്പിക്കും. അപ്പം അതങ്ങ് മാറുകയാണ്. അപ്പം എൻ്റെ അടുത്ത് വേറൊരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോൾക്ക് ഇതുപോലെ 10 മാസമായിട്ടുള്ളൂ, അവൾക്ക് എണ്ണ തലയിലിട്ട് കുളിപ്പിച്ച സമയത്ത്
ജലദോഷം പാടെ നിൽക്കുകയാണ് ചെയ്തത്. അപ്പം ഈ തുമ്മൽ, ജലദോഷം പോലുള്ളതും നമ്മളുടെ ഹെയർ ഓയിൽ കൊണ്ട് ഒരുപാട് മാറ്റം കാണുന്നുണ്ടെന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് റിവ്യൂസ് തരുന്നുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടായിരുന്നു, അതൊക്കെ നമ്മളുടെ റിവ്യൂസിലുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ പിന്നെ TB വന്നിട്ട് മുടി നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ എന്താണ് ആഫ്റ്റർ പ്രഗ്നൻസി, ഡെലിവറി കഴിഞ്ഞ് നിന്നിട്ട് മുടി നല്ലപോലെ കൊഴിയുന്നവർ, അതുപോലെ തന്നെ എന്താണ് ഇത് PCOD ഉള്ളവർ, ഹോർമോണൽ ഇംബാലൻസ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് മുടി കൊഴിയുന്നവർ. ചിലർ പറയാറുണ്ട് നെറ്റിയിലോട്ട് ഇറങ്ങി നിൽക്കുന്ന താരൻ വരെ ഞങ്ങൾക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. താരനൊക്കെ നല്ല ബെസ്റ്റ് സൊല്യൂഷനാണ് മർവാസിൻ്റെ ഹെയർ ഓയിൽ. അപ്പോൾ എല്ലാവരും വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഓർഡർ ചെയ്യേണ്ട നമ്പർ മേലെ കാണുന്നതാണ്, ആ നമ്പറിൽ ബുക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഹെയർ ഓയിലിൻ്റെ ബോട്ടിൽ 200 ml ആണ് വരുന്നത്. നിങ്ങൾക്ക് ഷാമ്പുവും കൂടെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. മർവാസിൻ്റെ സീഡ്സ് ഷാമ്പു എന്ന് പറയുന്നത് ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷാമ്പു ആണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് ബയോട്ടിൻ പൗഡർ ചോദിക്കുന്നു. ആക്ച്വലി ഞാൻ കുറച്ച് സീഡ്സ്, കാരണം ഇത് ചിലർക്കൊക്കെ അറിയാമായിരിക്കും, പുതിയ സബ്സ്ക്രൈബേഴ്സിന് മേ ബി അറിയില്ലായിരിക്കും. എനിക്ക് മോന് ഉണ്ടാവുന്നതിൻ്റെ മുന്നേ 2 പ്രഗ്നൻസി അബോർഷൻ ആയതാണ്. അറ്റ് മൈ 16th വീക്ക്, അതായത് 5th മന്തിലോട്ട് എൻ്റർ ആകുന്ന സമയത്ത് എനിക്ക് പോയതായിരുന്നു വാട്ടർ ബ്ലോക്ക് കാരണം. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനൊരു പോസ്റ്റ് പ്രഗ്നൻസി, അതായത് പ്രസവരക്ഷാ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ഈ ഹെയർ ഫാളിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഇത്. പക്ഷേ നമുക്ക് ആ ടൈമിലൊക്കെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നു. ഞാൻ തന്നെ സീഡ്സുകൾ, നട്ട്സുകൾ, പിന്നെ എൻ്റേതായ കുറച്ച് ഈ ലോട്ടസ് സീഡ്സ്, അതുപോലെ തന്നെ നമ്മളുടെ ഇതുണ്ടല്ലോ, എന്താ അതിന് പറയാ, മട്ടയരി എന്നൊക്കെ പറയും, തവിടുള്ള അരി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പക്ഷേ ഇതിനൊക്കെ എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചേർക്കേണ്ട രീതിയിൽ നമ്മൾ ചേർക്കണം. 1 കിലോയ്ക്ക് ഇത്ര ഗ്രാം, 2 കിലോയ്ക്ക് ഇത്ര ഗ്രാം എന്നുള്ള കണക്കുണ്ടാവും ഓരോന്ന്. അത് ഞാൻ തന്നെ ഒരുപാട് തവണ ഓരോ തവണ ഉണ്ടാക്കുമ്പോഴും നോക്കി പഠിച്ചാണ് എനിക്ക് തന്നെ ഞാൻ ഉണ്ടാക്കി കഴിയും. ഇപ്പം എൻ്റെ മോനും കൊടുക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. അവനും നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഞാൻ മുട്ട അടിച്ചു കേട്ടോ. പിന്നെ എനിക്ക് അത് കഴിച്ചത് കൊണ്ട് തന്നെ ഒരു വിധം എനിക്ക് തോന്നുന്നു 80% ഹെയർ ഫാൾ തടയാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കാരണം എനിക്ക് അറിയുന്നവർക്ക് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട്. പിന്നെ ഈ ഹെയർ ഫാൾ മാത്രമല്ല, സ്കിന്നിന് നല്ലൊരു ഗ്ലോ വരുന്നുണ്ടെന്ന് ഒരുപാട് പേര്, ഇപ്പോൾ എൻ്റെ കസിൻസ്, എൻ്റെ റിലേഷനിൽ, എൻ്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഈ ബയോട്ടിൻ പൗഡർ കൊടുത്തിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമേഴ്സ് നേരിട്ട് ചോദിക്കും ഇൻടേക്ക് എന്താണ്. അപ്പോൾ ഐ ഫീൽ ലൈക്ക് ഈ ബയോട്ടിൻ പൗഡർ നമുക്ക് കൊടുക്കാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോമ്പ് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ സെയിൽ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നോമ്പ് ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ഈ ഹെയറിൻ്റെ കൂടെ നിങ്ങൾ ഇൻടേക്ക് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്തും പ്ലസ് സ്കിൻ ഗ്ലോ ആവാനും കൂടെ തടി കുറയാനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു വിരകിയതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി ഇത് രാത്രി ഡിന്നറിൻ്റെ ടൈമിൽ കഴിച്ചാൽ മതി. ഡിന്നറിന് പകരം ഇത് കഴിച്ചാൽ മതിയാവും. ഓക്കെ. പിന്നെ ഈ ഹെയർ ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നല്ല ആട്ടിയ വെളിച്ചെണ്ണയിൽ ഈ വലിയ ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല ഫേമസ് ആയിട്ടുള്ള ഹെയർ ഓയിലിനെ കുറിച്ച് പറയുന്ന പോലെ ഞാൻ ഒരുപാട് നാട്ടുമരുന്ന്, എൻ്റേതായ കുറച്ച് പൊടിക്കൈകൾ ഞാനായിട്ട് ഇട്ടിട്ട് എനിക്ക് റിലീഫ് അല്ലെങ്കിൽ എനിക്ക് മാറ്റം കിട്ടിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഹെയർ ഓയിലാണ്. അപ്പോൾ എൻ്റെ ഒരു സക്സസ് എന്ന് പറയുകയാണെങ്കിൽ ഹെയർ ഓയിൽ ഇന്ന് വരെ ഒരാളും നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് ഹെയർ ഓയിലിൻ്റെ കാര്യത്തിൽ എനിക്കൊരു സക്സസ് ആയിട്ട് പറയാനുള്ളത്. സോ പിന്നെ ഇതിൽ നമ്മൾ എത്ര ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 15ലധികം ഇൻഗ്രീഡിയൻസ് നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട വിധം, ഇപ്പോൾ ചിലർക്ക് സൈനസ്, തലവേദന, ജസ്റ്റ് എണ്ണ തലയിൽ തട്ടിയ തലവേദന വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് തലയിൽ അപ്ലൈ ചെയ്യുക, 10 മിനിറ്റ് വയ്ക്കുക, കുളിക്കുക. അല്ലാത്തവർ ഇങ്ങനെ തലയിൽ എണ്ണ പൊതുവേ ഇടുന്നവരാണ്, നിങ്ങൾക്ക് അങ്ങനെ തലവേദന കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു 5-6 ഡ്രോപ്പ് എണ്ണ എടുത്തിട്ട് സ്കാൾപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ബാക്കി വരുന്ന എണ്ണ തലേൻ്റെ മുടിയുടെ എൻഡിലും അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. പിറ്റേന്ന് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ജസ്റ്റ് വാട്ടർ റിൻസ് ചെയ്തിട്ട് കുളിക്കുക. ഒന്നും തന്നെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഈ രാത്രി അപ്ലൈ ചെയ്ത് കിടന്ന് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഹെയർ ഗ്രോത്തും ഡാൻഡ്രഫ് പോകാനും മുടി നല്ല കറുപ്പ് കിട്ടാനും ഹെയർ ഗ്രോത്ത് ആവാനും ഉള്ളോടുകൂടി വളരാനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഇത്താൻ നിങ്ങൾ ഹെയർ ഓയിലിൻ്റെ റിവ്യൂ ഇടാത്തതെന്ന് എപ്പോഴും എല്ലാവരും ചോദിക്കും. അപ്പോൾ എനിക്ക് അത് ചെയ്യാനാകുമ്പോഴേക്കും വേറെ എന്തെങ്കിലും ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ളതായിട്ടൊരു മറന്നു പോയതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെ ചോദിക്കുക. പിന്നെ
പ്രസവിച്ച് 5 മാസം പൂർത്തിയായത് മുതൽ 6-ാം മാസം മുതൽക്കുള്ള എല്ലാ മക്കൾക്കും ഹെയർ ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ ജെൻസിന് യൂസ് ചെയ്യാം. ജെൻസിനൊക്കെ എനിക്ക് തോന്നുന്നു ലേഡീസിനേക്കാളും എൻ്റെ ഹെയർ ഓയിൽ വാങ്ങിക്കുന്ന ജെൻസാണ്. നല്ല രീതിയിലുള്ള മാറ്റം അവർക്കുണ്ട്. ഈ തലയോട്ടി കാണുന്ന രീതിയിലുള്ള പ്രശ്നം വന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് മാറ്റം ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. നമ്മളിപ്പോൾ ഫോട്ടോ ഷെയർ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പം നമ്മളുടെ കസ്റ്റമേഴ്സ് ഭൂരിഭാഗവും വരുന്നത് മുസ്ലിംസ് ആയിരിക്കും. ഇനിയിപ്പോൾ അതല്ല വേറെ ഹിന്ദുസായാലും ക്രിസ്ത്യൻസ്, ഇവിടെ മതത്തിൻ്റെ പറയല്ലോ കേട്ടോ, അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോട് ഫോട്ടോ ഇടാൻ വേണ്ട ഇട്ടാ എന്ന് പറയുമ്പോൾ നമുക്കത് ഇടാൻ പറ്റണില്ല. പിന്നെ എല്ലാവർക്കും അറിയാം മാർവാസിൻ്റെ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞ ജൂൺ 15-നാണ് ഒഫീഷ്യലി നമ്മളിത് സെയിൽ ചെയ്യാൻ തുടങ്ങിയത്. 1 ഇയർ ആയിട്ടില്ല. അപ്പോൾ പക്ഷേ ഈ ഒരു 7 മാസം കൊണ്ട് നമ്മൾ സങ്കല്പിച്ചതിലും കൂടുതലാണ് നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അൽഹംദുലില്ലാ. അപ്പോൾ ആ ഒരു ഇതായിരിക്കും എല്ലാത്തിലും വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരുപാട് നീട്ടി വലിച്ച് പറയുന്നില്ല. എപ്പോഴും പറയുന്ന പോലെ നല്ല ഉറക്ക് ഉണ്ടെങ്കിലാണ് നല്ല രീതിയിൽ രാവിലെ പ്രസരിപ്പോട് കൂടി എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. നല്ല സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. പക്ഷെ ചുറ്റുള്ളവരെന്താ വിചാരിക്കുക? സമാധാനം ഉണ്ടാവരുതെന്ന്. നല്ല പ്രഷർ എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവും. ഈ സംസാരിക്കുന്ന എനിക്കും പ്രഷറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഓവർകം ചെയ്യുക. കീപ് സ്മൈൽ ഓൾവേസ്. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പം നമ്മളെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുക. അപ്പം നമ്മൾ സന്തോഷം ആഗ്രഹിക്കുന്നവരും ഹാപ്പിയാകും. പക്ഷെ കൂടുതലും നമ്മളുടെ സങ്കടങ്ങൾ കാണാനും നമ്മളുടെ തകർച്ച കാണാനും ഉള്ളവരായിരിക്കും ചുറ്റിലും ഉണ്ടാവുക. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. കേൾക്കുന്നത് ഇതിലൂടെ കേട്ട് ഇതിലൂടെ വിടുക. ഓൾവേസ് സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.